പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മേഴ്സി ചാക്കോച്ചൻ എന്ന് പറയുന്ന ഒരു ദൈവദാസിയുടെ ഭവനത്തിലാണ്. കുഞ്ഞുങ്ങളില്ലാത്ത വിധവയായ ഒരു ദൈവദാസി, വളരെ അനാഥയായി ജീവിക്കുന്ന ഒരു കർത്തദാസി. പ്രൈസ് ദി ലോർഡ്. എന്താണ് പേര്? മേഴ്സി ചാക്കോച്ചൻ. കുറച്ചുകൂടെ ഒന്ന് ഉറക്കെ പറയണേ. ഓക്കെ. പിന്നെ ഇപ്പം എന്താണ് നിലവിലുള്ള പ്രശ്നങ്ങൾ? ഇത് ഏത് പഞ്ചായത്താണ്, ഏത് വാർഡാണ്? തൊടുപുഴ താലൂക്കിൽ തൊടുപുഴ താലൂക്കിൽ മണക്കാട് വില്ലേജ്. പഞ്ചായത്തും മണക്കാട്. ഓക്കെ. ജില്ല ഇടുക്കി ജില്ല. ദൈവദാസി എത്ര വർഷമായി ദൈവവേലയ്ക്ക് ഇറങ്ങിയിട്ട്? 32 വർഷമായി കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയ ദൈവദാസിയാണ്. മക്കളില്ല. കർത്തദാസൻ 3 വർഷങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് ലോകത്തിൽ നിന്ന് പോയി. ഇപ്പോൾ ഒരു 80 വയസ്സുള്ള ഒരമ്മയാണ് കൂടെ ഉള്ളത്. ഇതൊരു വാടകയ്ക്കാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീട് ഒക്കെ എങ്ങനെയാണ് പോയത്? മൊത്തം പോയി. ഇപ്പോൾ അത് തറ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണ് അവർ ആരാധിച്ചുകൊണ്ടിരുന്നത്. അന്നുണ്ടായിരുന്ന സഭയൊന്നും പോയിട്ടില്ല. 10-15 പേര് ഇപ്പോഴും ആരാധനയ്ക്കുണ്ട്. ഒരു ദൈവദാസനും കുടുംബവും അവിടെ ആരാധനയ്ക്കായിട്ട് വരുന്നുണ്ട്. ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ തൈറോയ്ഡ് വലിയൊരു പ്രശ്നമാണ്. 25 വർഷമായിട്ട് ഉള്ള ഒരു തൈറോയ്ഡാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഓപ്പറേഷന് ഡോക്ടർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ അതിനകത്ത് വേറെ മുഴകൾ വളരുന്നുണ്ട്. ഇപ്പോൾ നമ്മളതിൻ്റെ റിസൾട്ട് ഞാൻ അതിനകത്ത് ഇടുന്നുണ്ട്. വളരെ മുഴകൾ ഇങ്ങനെ വളരുന്നു. എത്രയും പെട്ടെന്ന് അത് ഓപ്പറേഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ സംസാരം ചിലപ്പോൾ അടഞ്ഞു പോകുന്നു. സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ വരുന്നുണ്ട്. മറ്റാരും സഹായത്തിന് ഇല്ല. അപ്പോൾ ഈ 80 വയസ്സുള്ള അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കണം. 1 ലക്ഷം രൂപയാണ് അവർ ആശുപത്രിക്കാർ ഓപ്പറേഷന് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 1 ലക്ഷം രൂപ കൊണ്ട് തീരില്ല. പിന്നെ അനുബന്ധമായ മറ്റു ചിലവുകളൊക്കെ അതിന് വരും. ആരും സഹായിക്കാനില്ലാത്ത, സ്വന്തം കുഞ്ഞുങ്ങളോട് പോലും ഒരു വാക്ക് പറയാനില്ലാത്ത ഒരസുഖം വന്നാൽ ഓടി കൊണ്ടുപോകാൻ. എത്ര വയസ്സുണ്ട് ഇപ്പോൾ? 57 വയസ്സ്. അപ്പോൾ ഈ ദൈവദാസിക്ക് ഒരു അസുഖം വന്നാൽ എടുത്തുകൊണ്ട് ആശുപത്രി കൊണ്ടുപോകാനും ആരുമില്ല. 80 വയസ്സുള്ളൊരു അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സഹായിക്കണം. മാത്രമല്ല, വീടിൻ്റെ തറ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ വീടിൻ്റെ പണി എത്രയും പെട്ടെന്ന് നമുക്കൊന്ന് പൂർത്തീകരിച്ച് കൊടുക്കേണ്ടതുണ്ട്. മഴക്കെടുതിയിൽ കാറ്റത്ത് വീട് നഷ്ടപ്പെട്ടു പോയതാണ്. ഇപ്പം മറ്റ് മാർഗ്ഗമില്ലാത്തതുകൊണ്ട് വാടകയ്ക്ക് താമസിക്കുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ആ വീടൊന്ന് പണി പൂർത്തീകരിച്ച് കൊടുക്കണം. അതിനാവശ്യമായ എല്ലാ പ്രിയമുള്ളവരും ഈ ദൈവദാസിയെ സഹായിക്കണം. ദൈവദാസിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ദൈവദാസിക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഏത് ബാങ്കിലെ അക്കൗണ്ടൊക്കെ ഉള്ളത്? ഫെഡറൽ ബാങ്കിൽ, വഴിത്തല ബ്രാഞ്ചിൽ. ഓക്കെ. ഏത് പേരിലാണ് കിടക്കുന്നത്? മേഴ്സി ചാക്കോച്ചൻ എന്നുള്ള പേരിലാണ്. വളരെ വിശ്വാസത്തിലും ധൈര്യത്തിലും പ്രത്യാശയിലും ജീവിച്ച ഒരു കർത്തദാസിയാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഷുഗർ വല്ലാതെ കൂടിയിരിക്കുന്നു. അത് തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. ഷുഗറും വല്ലാതെ കൂടിയിരിക്കുന്നു. നമുക്കെന്തെങ്കിലും ഒന്ന് സഹായിക്കണം. ഇതുപോലെ കർത്താവിൻ്റെ വേല ചെയ്തിട്ട് തീർത്തും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഇതുപോലെയുള്ള ദൈവദാസിമാരെ നമുക്ക് സഹായിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഈ ദൈവദാസിക്ക് വേണ്ടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ഇവരുടെ അക്കൗണ്ടിൽ തന്നെ അയച്ചു കൊടുത്ത് ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇപ്പോഴും ആ സുവിശേഷ ദർശനം നഷ്ടപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് തൻ്റെ പരിമിതമായ സാഹചര്യത്തിൽ ആ വീട്ടിൽ ആരാധന തുടർന്നുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഇന്നും സുവിശേഷ ദർശനം നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നും ഭവനങ്ങൾ കയറി ഇറങ്ങുന്നു. ഇന്നും പ്രവർത്തിക്കാൻ പോകുന്നു. ഈ ദൈവദാസിയെ നമ്മൾ കൈവിടരുത്. പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന എല്ലാം നമ്മുടെ കർത്താവിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കൊടുക്കുന്ന ഓരോ പൈസയും നമ്മുടെ കർത്താവിന് വേണ്ടിയിട്ടാണ്. ഈ ദൈവദാസിയെ സഹായിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടെ അപേക്ഷിക്കുകയാണ്. ക്രിസ്തുവിൽ ഇളിയ സഹോദരൻ പാസ്റ്റർ സജി പള്ളിക്കുന്ന്,
ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.